ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ എലിജിബിലിറ്റിയാണ്. അതായത് ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റിയാണ് പലരുടെ ഇൻവെസ്റ്റ്മെന്റ്. പല ആൾക്കാരും 100% അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടൊന്നും അല്ല വീടോ ഫ്ലാറ്റോ ഒന്നും വാങ്ങാറുള്ളത്. മിക്ക ആൾക്കാരും നല്ല പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഇന്നത്തെ ഇൻകം വെച്ചിട്ടുള്ള അവരുടെ എലിജിബിലിറ്റിയാണ് അവർ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു റെന്റിന് ഒരാൾ നിന്ന് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റെന്റ് നിങ്ങൾ 10 years കഴിഞ്ഞ് നോക്കുമ്പോൾ ടോട്ടൽ വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് നിങ്ങളൊരു വീട് വാങ്ങുകയാണ്, ഇന്നത്തെ EMI നിങ്ങളുടെ ഇന്നത്തെ സാലറി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളൊരു EMI എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1 lakh സാലറി ഉള്ള ഒരാളാണ്, നിങ്ങൾ EMI 30,000 rupees നിങ്ങൾ EMI കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ 10 years നിങ്ങളുടെ EMI സെയിം ആണ്, പക്ഷെ നിങ്ങളുടെ സാലറി 1 lakh ആയിരിക്കില്ല. നിങ്ങളൊരു ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി മൾട്ടിപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ EMI അവിടെ സെയിം ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആൻഡ് സംഭവിക്കുന്നത് എന്താണ്, ആഫ്റ്റർ 10 years നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടി. അന്നത്തെ വാല്യുവേഷനിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ അതൊരു എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മളിപ്പോൾ മറ്റേത് ഇൻവെസ്റ്റ്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോഴും ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും റിയൽ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 10 years കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടുകയും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒന്നുകിൽ വീണ്ടും പ്ലഡ്ജ് ചെയ്യാം, അതല്ലെങ്കിൽ റീസെല് ചെയ്യാം. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്.